السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹുകളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അവർക്ക് നൽകുന്ന നല്ല പ്രതിഫലം സാധുക്കളായ നമുക്ക് അവന്റെ മഹലായ ഫള് കൊണ്ട് നൽകുമാറാവട്ടെ. നാം പറഞ്ഞു വെച്ചത് നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹ, അവൻ റഹ്മാനും റഹീമുമാകുന്നു, അതുകൊണ്ട് അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നായിരുന്നു. അതിനൊരു 10 തെളിവുകൾ നിരത്താൻ പോകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ഏതൊരു കാര്യത്തിനും ഒരു കാരണം അനിവാര്യമാണ്. ഒരു ഇല അനങ്ങണമെങ്കിൽ ഒരു കാറ്റുണ്ടായേ തീരൂ. ഏത് കാര്യം ഇവിടെ ഉണ്ടാകുന്നുവെങ്കിലും അത് ഉണ്ടാക്കിയ ഒരുത്തൻ കൂടാതെ കഴിയില്ല. എങ്കിൽ ഇന്നഫി ഖൽഖിസ് സമാവാതി, തീർച്ചയായും ആകാശങ്ങളെ പടച്ചതിലുണ്ട് ഒരു കാര്യം. വൽ അർളി, ഭൂമി ലോകത്തെ പടച്ചതിലും ഉണ്ട് 2. വഖ്തിലാഫിൽ ലൈലി, രാത്രി വ്യത്യാസപ്പെടുന്നതിലുണ്ട്. ചില കാലത്ത് രാത്രി ദീർഘമുള്ളതായിത്തീരുന്നു, മറ്റു ചിലപ്പോൾ രാത്രി ചെറിയതായി മാറുന്നു. ഇങ്ങനെ വ്യത്യാസപ്പെടുന്നതിലുണ്ട് 3. വന്നഹാരി, പകലിന്റെ വ്യത്യാസത്തിലുണ്ട്. രാത്രി കൂടുന്ന കാലത്ത് പകൽ ചുരുങ്ങുകയും രാത്രി കുറയുന്ന സമയത്ത് പകൽ അധികരിക്കുകയും നീളുകയും ചെയ്യുന്നു. 4 തെളിവുകളായി. 5-ാമത്തെ തെളിവ് വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി, സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ഉണ്ട്. ബിമാ യൻഫഉ നാസ, ജനോപകാരപ്രദമായ കാര്യങ്ങളുമായിട്ട് വസ്തുക്കളുമായിട്ട് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളുണ്ട്, അവകളിലും ഉണ്ട്. വമാ അൻസലല്ലാഹു മിനസ്സമായി, ആകാശഭാഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കുന്ന മിമ്മാഇൻ, വെള്ളത്തിനാൽ, അതിലും ഉണ്ട്. ഫഅഹ്യാ ബിഹിൽ അർള, അത് കാരണം കൊണ്ട്, ആ വെള്ളം കാരണം കൊണ്ട് അള്ളാഹു ഭൂമിയെ ജീവനുള്ളതാക്കുന്നു. ബഅദ മൗതിഹ, അതിന്റെ മരണാനന്തരം. വറ്റി വരേണ്ടതായ ഭൂമി, കട്ടവിണ്ടതായ ഭൂമി, പുല്ലുകളും പൂക്കളും ചെടികളും ഒക്കെ ഉണങ്ങി നശിച്ചു ഒന്നുമില്ലാത്ത മൊട്ടക്കുന്നായി മാറിയിരിക്കുന്നു. ഭൂമി മരിച്ചതിന് തുല്യമായിരിക്കുന്നു. അതിനുശേഷം അവിടെ മഴ പെയ്തപ്പോൾ അവിടെ പച്ചപ്പ് പ്രകടമായി, ചെടികൾ സമൃദ്ധമായി വളർന്നു. ആ ചെടികളിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായി, ഭൂമിക്ക് ജീവൻ വന്നു. വബസ്സ ഫീഹ, ഭൂമിയിൽ അവൻ പരത്തുകയും ചെയ്തു. മിൻകുല്ലി ദാബത്തിൻ, പല പല മൃഗങ്ങളെയും, എല്ലാവിധ മൃഗങ്ങളെയും. വതസ്രീഫി റിയാഹി, കാറ്റിനെ തിരിച്ചുവിടുന്നു. ഒരു ഭാഗത്തിൽ നിന്ന് തെക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ്, ഇങ്ങനെ പല ദിക്കുകളിൽ നിന്നും കാറ്റിനെ മറ്റു പല ഭാഗത്തേക്കും തിരിച്ചുവിടുന്നു. ഇതിലുമുണ്ട്. വസ്സഹാബിൽ മുസഖരി ബൈനസ്സമാഇ വൽ അർളി, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ കീഴ്പ്പെടുത്തപ്പെട്ടതായ, അള്ളാഹുവിന് കീഴ്പ്പെടുത്തപ്പെട്ടതായ കാർമേഘങ്ങളിലുമുണ്ട്. ആയാത്തിൻ, തെളിവുകളുണ്ട്, മഹത്തരമായ തെളിവുകളുണ്ട്. ലി ഖൗമി യാഖിലൂന, തല കൊടുത്ത് ചിന്തിക്കുന്നതായ ബുദ്ധിയുള്ളതായ വിഭാഗത്തിന്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനൊരു അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവെന്ത് എന്ന് അന്വേഷിക്കുന്നവരോട് മറുപടിയാണ്. 10 തെളിവുകളാണ് പറഞ്ഞത്. 1, എവിടെ പോയി നോക്കിയാലും ആകാശം കാണുന്നുണ്ട്. ആകാശം കാണാത്ത ഒരിടവുമില്ല. ഭൂമിയിൽ നിന്ന് ഒരിടത്ത് നിന്ന് വേറെ എവിടേക്ക് പോയാലും അവിടൊക്കെ ആകാശമുണ്ട്. അപ്പൊ ആകാശത്തെ ഇവിടെ പടക്കപ്പെട്ടു. ആരും പടക്കാതെ അങ്ങനെ ഉണ്ടാവില്ല. ഒരു കാര്യമില്ലാതെ, ഒരു കാരണമില്ലാതെ ഒരു കാര്യമുണ്ടാകില്ല. ഇത് സമ്മതിക്കുന്നവന്
ഇത്രയും വലിയൊരു ആകാശം ഇവിടെ ഉണ്ടായെങ്കിൽ ആ ആകാശപ്പന്തിൽ ഉണ്ടാക്കിയ ഒരുത്തനെ സമ്മതിച്ചേ പറ്റൂ. ഒരു തെളിവ് വല്ലർലി, അനന്തവിശാലമായ ഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്. ഭൂമി, അതിലാണല്ലോ മനുഷ്യൻ വസിക്കുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്നവനും ധിക്കരിക്കുന്നവനും ഈ ഭൂമി ലോകത്ത് വസിക്കുന്നു. ഇതിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായതാണ് എങ്കിൽ അതിനെ ഉണ്ടാക്കിയ ഒരു കർത്താവ് കൂടിയേ കഴിയൂ. രണ്ട്, മൂന്നാമത്തെ തെളിവ്, ചില കാലത്ത് രാത്രി ദൈർഘ്യമുള്ളതായി മാറുന്നു, മറ്റു ചില കാലത്ത് ഈ രാത്രി തന്നെ വളരെ ചുരുങ്ങിയതായിട്ട് മാറുന്നു. എല്ലാ പ്രദേശത്തും രാത്രി ഒരേപോലെയല്ല. ചില സ്ഥലങ്ങളിൽ രാത്രി വളരെ കൂടിയ നാടുകളുണ്ട്, മറ്റു ചില നാടുകളിലോ രാത്രി വളരെ കുറഞ്ഞതുണ്ട്. ഇങ്ങനെ രാത്രി വ്യത്യാസപ്പെടുന്നു. വന്നഹാരി, ഇതേപോലെ പകല് വ്യത്യാസപ്പെടുന്നു. രാത്രി ദൈർഘ്യമുള്ളതാണെങ്കിൽ പകൽ ദൈർഘ്യം കുറയുന്നു. അല്ല, രാത്രി ദീർഘം കുറഞ്ഞതാണെങ്കിൽ പകലിന് നീളം കൂടുന്നു. ഇങ്ങനെ രാവും പകലും വ്യത്യാസപ്പെടുന്നു, ഒരർത്ഥം. മറ്റൊന്ന്, രാത്രി പകലും പകൽ രാത്രിയും അങ്ങനെ മാറി മാറി വരുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കണമെങ്കിൽ, ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരുത്തൻ വേണമെങ്കിൽ, ഇവകളൊക്കെ ഇവിടെ നടക്കുന്നുവെങ്കിൽ അത് നടത്തുന്ന ഒരുത്തൻ കൂടാതെ കഴിയില്ല. ആർക്കാ തിരിയാത്തത്? മറ്റൊന്ന്, വൽ ഫുൽക്കില്ലത്തി തജ്രീഫിൽ ബഹരി ബിമാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന വസ്തുക്കളുമായിട്ട് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ കണ്ടിട്ടില്ലേ? ഈ കപ്പലിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വെള്ളത്തിന്റെ പ്രകൃതി, ഒരു ചെറിയ കല്ല്, ഒരു പൂഴിത്തരി അതിൽ വീണാൽ അത് വെള്ളത്തിന്റെ ആഴിയിലേക്ക് ആണ്ടുപോകുന്ന പ്രകൃതിയാണ് വെള്ളത്തിനുള്ളത്. എന്നാൽ ഈ കാണുന്ന മഹാകപ്പൽ ഈ സമുദ്രത്തിലൂടെ ഇങ്ങനെ നടക്കുന്നു. ആ കപ്പലിനേക്കാൾ ഭാരം കൂടിയ വസ്തുക്കൾ ആ കപ്പലിലുണ്ട്. ഈ രാഷ്ട്രത്തിൽ നിന്ന് ആ രാഷ്ട്രത്തിലേക്ക് ഇത് നീക്കം ചെയ്യപ്പെടുന്നു. ജനങ്ങൾക്ക് ഇവിടെ വില കുറവുള്ള വസ്തു അവിടെ വില കൂടിയതാണ്, അവിടെ വില കൂടിയത് ഇവിടെ വില കുറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ചരക്കുകൾ നീക്കം ചെയ്യപ്പെടുന്നത് ഈ സമുദ്രങ്ങളിലൂടെയാണ്, ജലാശയങ്ങളിലൂടെയാണ്. ഈ കപ്പലാണ് താഴാതെ അതിങ്ങനെ സഞ്ചരിക്കുന്നത്. ഇത് അത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്താണ് അത്ഭുതം? ഇങ്ങനെ ഇതിനെ ക്രമീകരിച്ച ഒരുത്തൻ വേണ്ടേ? അവനാകുന്നു അള്ളാഹു. മറ്റൊന്ന് പറയട്ടെ, വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിൻ മായിൻ, ആകാശഭാഗത്തിൽ നിന്ന് വെള്ളം ഇറക്കിയിട്ടുണ്ട് അള്ളാഹു. ഇത് അള്ളാഹു അല്ലാത്ത മറ്റാർക്കും കഴിയാത്ത കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന ഇവൻ ഒരേ ഒരുത്തൻ മാത്രമാകുന്നു. നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണെന്ന് പറഞ്ഞ അതിന്റെ ബാക്കിയാണത്. ഇപ്പോൾ ആകാശത്തിന്റെ സൃഷ്ടിപ്പ് പറഞ്ഞു, ഭൂമിയുടെ സൃഷ്ടിപ്പ് പറഞ്ഞു, രാവ് വ്യത്യാസപ്പെടൽ പറഞ്ഞു, പകൽ വ്യത്യാസപ്പെടൽ പറഞ്ഞു, കപ്പലിന്റെ സഞ്ചാരം പറഞ്ഞു, വാനലോകത്തിൽ നിന്ന് ഇറങ്ങുന്ന മഴയെ പറ്റി പറഞ്ഞു. 6 തെളിവുകളായി. ബിഹിൽ അർള, ആ മഴ കാരണം കൊണ്ട് അള്ളാഹു ഭൂമിയെ ജീവസുറ്റതാക്കി മാറ്റി. ബഅദ മൗതിഹ, ഇതുവരെ അത് മരിച്ചു കിടക്കുകയായിരുന്നു. മരിച്ചതിന് തുല്യമായ നിലയിൽ എല്ലാം കരിഞ്ഞ് ഒന്നുമില്ലാതെ ഉണങ്ങി വരണ്ട് കട്ടവിണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴ വർഷിച്ചപ്പോൾ അതിന് പുതുജീവൻ കിട്ടി. അത് പച്ചപ്പുള്ളതും അത് പുഷ്പമുള്ളതും അത് കായയുള്ളതും അത് ഭംഗിയുള്ളതുമായി തീർന്നു. ഭൂമിക്ക് ജീവൻ ലഭിച്ചു. അള്ളാഹു ആ മഴ കാരണം കൊണ്ട് ഭൂമിയെ ജീവിപ്പിച്ചു അതിന്റെ മരണാനന്തരം. ഇതിനും പുറമെ ബസ്സഫീഹ, ഭൂമി ലോകത്ത് അവൻ പരത്തി, മിൻകുല്ലി ദാബത്തിൻ, എല്ലാ ജീവജാലങ്ങളാലും മൃഗങ്ങളാലും. ഭൂമി ലോകത്തെ മൃഗങ്ങൾ എത്രയാണ്! ഇതൊക്കെ വെറുതെ അങ്ങോട്ടുണ്ടായതാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ വിശേഷ ബുദ്ധിക്ക് സാധ്യമല്ല. ആന മുതൽ ഉറുമ്പ് വരെയുള്ള ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. എന്തെല്ലാം അത്ഭുതങ്ങൾ അവകളിലുണ്ട്! ഒരുപാട് അത്ഭുതമുണ്ട്. ആന എന്ന് പറയപ്പെടുന്ന ജീവിക്ക് 4 കാലും തുമ്പിക്കൈയുമുണ്ട്. ഈ പറയപ്പെട്ട അംഗങ്ങളൊക്കെ കൊതുകിനുമുണ്ട്. അതിന് പുറമെ അതിന് 2 ചിറകുകളുമുണ്ട്. അത്ഭുതമല്ലേ? മഹാത്ഭുതമല്ലേ? ഇങ്ങനെ ചെറുതും വലുതും വലുതും ചെറുതുമായ ജീവജാലങ്ങളെ അള്ളാഹു ഭൂമി ലോകത്ത് പരത്തിയിരിക്കുന്നു. തൊസ്രീഫിരിയാഹി, കാറ്റിനെ തിരിച്ചുവിടുന്നു. ഒരു ഭാഗത്തിൽ നിന്ന് കാറ്റ് മറുഭാഗത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് കെട്ടിക്കിടക്കുന്നതായ ദുർവായുവിനെ മുഴുവൻ അത് നീക്കിക്കളയുന്നു. ഒരു ഗുണം, ഇവിടെ വിഷവായുകൾ ഉണ്ടാവും, അതിനെ നീക്കിക്കളയാൻ ഈ
കാറ്റ് അനിവാര്യമാകുന്നു. കാറ്റുകൊണ്ട് അള്ളാഹു അതിനെ നീക്കിക്കളയുന്നു. മറ്റൊന്ന്, ഇവിടെ ചെടികളുടെ പരാഗണം നടക്കണം. ഈ പെൺഭൂവിൽ നിന്നുള്ള പൊടി ആൺഭൂവിൽ നിന്നുള്ള പൊടി പെൺഭൂവിലെത്തേണ്ടതുണ്ട്. അത് കാറ്റാണ് ആ കർമ്മം നിർവഹിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ അറിവിൽപ്പെട്ടതും പെടാത്തതുമായ നിരവധി കാര്യങ്ങൾ ഈ കാറ്റ് മുഖേന അള്ളാഹു തആല നടത്തുന്നു. അതുപോലെ കാർമേഘത്തെ ഒരു ഭാഗത്തിൽ നിന്ന് മറുഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് കാറ്റാകുന്നു. ഇങ്ങനെ കാറ്റിനെ തിരിച്ചുവിടുന്നതിലും വസ്സഹാബി കാർമേഘങ്ങളിലുമുണ്ട്. ആ കാർമേഘത്തിന്റെ സ്വഭാവം എന്താണ്? അൽ മുസഖരി ബൈനസ്സമായി വൽ അർളി, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലാണ്. ആകാശത്തേക്ക് എത്തിയിട്ടില്ല, ഭൂമിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഇത് രണ്ടിന്റെയും മധ്യത്തിലാണ് അതുള്ളത്. ആ കാർമേഘങ്ങളിലുമുണ്ട് ആയാത്തിൻ, തെളിവുകളുണ്ട്, മഹത്തരമായ തെളിവുകളുണ്ട്. പക്ഷേ ഖൗമിയാക്കിലൂന, അക്കല് കൊടുത്ത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ തയ്യാറുള്ള വിഭാഗത്തിന് നല്ല തെളിവുകളുണ്ട്. അപ്പോൾ ഏകനായ ഇലാഹാണ് നിങ്ങളുടെ ഇലാഹ്. ആ ഇലാഹിനാവണം ഇബാദത്ത് ചെയ്യുന്നത്. അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ഇലാഹുണ്ട് എന്നതിനും ആ ഇലാഹിനാണ് ഇബാദത്തിന് അർഹത എന്നതിനും എന്ത് തെളിവ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനാണ് ഈ പറയപ്പെട്ട മറുപടികളൊക്കെ പറഞ്ഞത്. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُم كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ وَلَوْ يَرَى الَّذِينَ ظَلَمُوا إِذْ يَرَوْنَ الْعَذَابَ أَنَّ الْقُوَّةَ لِلَّهِ جَمِيعًا وَأَنَّ اللَّهَ شَدِيدُ الْعَذَابِ. ഈ തെളിവുകളൊക്കെ കേട്ടാൽ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? മനുഷ്യൻ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇലാഹായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. എന്തുകൊണ്ട് പങ്കുചേർത്തൂടാ? ഇവനോട് തുല്യമായ ഒരുത്തനില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന മറ്റൊരുത്തനില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് പങ്കു ചേർക്കാതെ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് നീങ്ങണം. ഇതൊക്കെ മനസ്സിലാക്കിയ മനുഷ്യൻ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് കേൾക്കണോ? മിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ, ചിലരുണ്ട്. എന്താ അവരുടെ സ്വഭാവം? യത്തഖിദു, അവൻ ഉണ്ടാക്കുന്നു, മിൻ ദൂനില്ലാഹി, അള്ളാഹുവെ കൂടാതെ, അന്താദൻ, പങ്കുകാരെ. അള്ളാഹുവിനെ പങ്കുകാരെ തുല്യരയാക്കുന്നു. അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അവകൾക്ക് ചെയ്യുന്നു. ഇതും മനുഷ്യർ തന്നെയാണ്, മനുഷ്യ കോലങ്ങളാണ് ഇവർ. യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു, ഹും, അള്ളാഹുവിനെ ചേർക്കുന്ന പങ്കുകാരെ അവർ ഇഷ്ടപ്പെടുന്നു. കഹുബില്ലാഹി, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ. അപ്പൊ അള്ളാഹുവോട് തുല്യമായിട്ട് ഇവകളെയും പ്രതിഷ്ഠിക്കുന്നു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവകളെയും ഇവർ ഇഷ്ടപ്പെടുന്നു. എന്നാലേ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മറ്റൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരുടെ അവസ്ഥ എന്താ? വല്ലദീന ആമനു, വിശ്വസിച്ചത് ആ വിഭാഗം, അശദ്ദു, അവർ ഏറ്റവും കഠിനമായവരാകുന്നു, ഹുബ്ബൻ, ഇഷ്ടപ്പെടലാൽ, ലില്ലാഹി, അള്ളാഹുവിനെ. മുഅ്മിനുകളായ വിശ്വാസികളായ ആളുകളുണ്ട്, അവര് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് അതിശക്തമായ സ്നേഹമാകുന്നു. കാരണം ഈ പറയപ്പെട്ടതൊക്കെ ചെയ്തത് അള്ളാഹു ആകുന്നു. ഇവന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അവനിൽ നിന്ന് മാത്രമാകുന്നു. ഇങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനെയല്ലേ സ്നേഹിക്കാൻ കഴിയൂ? അള്ളാഹുവോട് അവർക്ക് സ്നേഹമുണ്ട് എന്ന് മാത്രമല്ല, സ്നേഹം വളരെ ആഴത്തിലുള്ള സ്നേഹമാകുന്നു, കടുകട്ടിയുള്ള സ്നേഹമാകുന്നു. ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട്. ഇനി പറയട്ടെ, വലൗ യറല്ലദീന ലലമു, ഇന്ന് ഈ അക്രമം പ്രവർത്തിച്ച വിഭാഗം ഉണ്ടല്ലോ, ക്രമരഹിതമായിട്ട് ജീവിച്ചു, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് ലുൽമാണ്. ഏറ്റവും വലിയ ലുൽമാണ് ശിർക്ക് എന്നുള്ളത്. അത് ചെയ്യുന്ന വിഭാഗം മനസ്സിലാക്കിയെങ്കിൽ എന്ത് മനസ്സിലാക്കുക? ഇത് യറവുനൽ അദാബ്, അവർ അദാബിനെ കാണുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അന്നൽ ഖുവ്വത ലില്ലാഹി, എല്ലാവിധ കഴിവുകളും അള്ളാഹുവിനാകുന്നു, ജമിയാൻ, ഒന്നൊഴിയാതെ മുഴുവനും അള്ളാഹുവിനാകുന്നു. അന്നല്ലാഹ, തീർച്ചയായും ആ അള്ളാഹു ശദീദുൽ അദാബി, ശിക്ഷ കഠിനമായവനാകുന്നു. ഈ കാര്യം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ അവർ ഈ ലുൽമ് ചെയ്യുമായിരുന്നില്ല, ഈ ശിർക്ക് പ്രവർത്തിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ തൗഹീദിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് പങ്കുകാരായിട്ട് ചേർക്കുമായിരുന്നില്ല. ഈ യൗമുൽ ഖിയാമയെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. അന്ന് അള്ളാഹുവിന്റെ അദാബ് വളരെ കഠിനമാണെന്ന് അവർക്ക് തിരിയും. ഏതാണ് ദിവസം എന്നറിയാമോ?
ഇത് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅവുൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഇത് തബറഅ അല്ലദീന തുബിഉ, നേതാക്കളൊക്കെ ഒഴിവാകുന്ന ദിവസമാകുന്നു. മിനല്ലദീന തബഉ, അനുയായികളെ തൊട്ട്. ഉത്തുബിഉ എന്ന് പറഞ്ഞാൽ അവരെ തുടരപ്പെട്ടു. തുടരപ്പെടുന്നതാരാണ്? നേതാക്കൾ. അപ്പൊ ഇത് തബറഅ അല്ലദീന തുബിഉ, തുടരപ്പെട്ട നേതാക്കൾ ഒഴിവാകുന്നു. മിനല്ലദീന തബഉ, തുടർന്ന അനുയായികളെ തൊട്ട്. നിങ്ങളുടെ കാര്യത്തില് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ദിവസമാണത്. വറഅവ്, മാത്രമല്ല ഈ സാധുക്കൾ കണ്ടു, അൽ അദാബ, അദാബിനെ കണ്ടു, അവർക്ക് പ്രവേശിക്കാനുള്ള നരകത്തെ അവർ കണ്ടു. വല്ലാത്തൊരു നേരമാണ് ആ നേരം. വതഖത്തഅത് ബിഹിം, അവരെ കൊണ്ട് മുറിഞ്ഞിരിക്കുന്നു അൽ അസ്ബാബു, എല്ലാ ബന്ധങ്ങളും. കുടുംബ ബന്ധമോ അല്ലെങ്കിൽ സൗഹാർദ്ദമോ നേതാവ് അനുയായി എന്നുള്ള ബന്ധമോ യാതൊരു ബന്ധവും ഇവിടെയില്ല. ഒന്നും ഉപകരിക്കുന്നില്ല. എല്ലാ കയറുകളും പൊട്ടിയിരിക്കുന്നു. ആ ദിവസത്തിലാണ് അവർക്ക് മേൽ പറയപ്പെട്ട കഠോരമായ ശിക്ഷ. അള്ളാഹുവിനാണ് എല്ലാ ഖുവ്വത്തും എന്ന് തിരിയുന്നത്. ഇത് അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ ലുൽമ അവർ ചെയ്യുമായിരുന്നില്ല, അള്ളാഹുവോടെ അവർ പങ്കുചേർക്കുമായിരുന്നില്ല. അപ്പൊ അനുയായികളെ നേതാക്കൾ തള്ളുന്ന ദിവസമാണത്. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി പറയട്ടെ. വഖാലല്ലദീന തബഉ, അനുയായികൾ അന്ന് പറയുക തന്നെ ചെയ്യും. അല്ലദീന തബഉ എന്ന് പറഞ്ഞാൽ അനുയായികൾ, അല്ലദീന തുബഉ എന്ന് പറഞ്ഞാൽ നേതാക്കൾ. അനുയായികൾ പറയും, എന്ത് പറയും? ലൗ അന്നലന, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, കറത്തിന് ഒരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് ഇഹലോകത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ ഒരു ചാൻസ് ലഭിക്കുകയാണെങ്കിൽ, ഫനതബറ, എങ്കിൽ ഞങ്ങൾ ഒഴിവാവുക തന്നെ ചെയ്യും, മിൻഹും, ഇവരെ തൊട്ട്. ഈ നേതാക്കളുടെ പിന്നിൽ ഒരിക്കലും ഞങ്ങൾ കൂടുകയില്ല, അവരെ ഞങ്ങൾ വലിച്ചെറിയും എന്ന് പറയുന്ന ദിവസമാകുന്നു. കമാ തബറഉ, അവർ ഒഴിവായതുപോലെ, മിന്ന, ഞങ്ങളെ തൊട്ട്. ഇന്നിവിടെ വന്നു നോക്കിയപ്പോൾ ഇവരുടെ സഹായം കിട്ടും, ഇവർ ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നല്ലോ ഞങ്ങൾ ഇവിടെ വന്നത്. വന്നു നോക്കിയപ്പോൾ അവരെ കൊണ്ട് യാതൊരു ഉപകാരവും കിട്ടിയില്ല. അവർ ഞങ്ങളെ ഒഴിവാക്കി. ഇതേ ക്രമത്തിൽ ഞങ്ങൾക്ക് ഇഹലോകത്തിലേക്ക് ഒരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഈ നേതാക്കളെ മുഴുവൻ ഞങ്ങൾ വലിച്ചെറിയുമായിരുന്നു, അവരിൽ നിന്ന് ഞങ്ങൾ ഒഴിവാകുമായിരുന്നു. കദാലിക, ഇതേ ക്രമത്തിൽ, യുരീഹിമുല്ലാഹു അഅമാലഹും, അള്ളാഹു അവരുടെ അമലുകളെ, അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കും. ഹസറാത്തിൻ അലൈഹിം, അവരുടെ മേൽ നഷ്ടമായിട്ട്, ഖേദമായിട്ട്. കഴിഞ്ഞ കാലത്ത് ചെയ്ത അമലുകൾ മുഴുവൻ അത് നഷ്ടക്കച്ചവടമായിരുന്നു എന്നവർക്ക് കാണിച്ചു കൊടുക്കും. അവർക്കതിന്റെ പേരിൽ അതിശക്തമായ ദുഃഖം, ഖേദം, ഒതുക്കിയാൽ ഒതുങ്ങാത്ത ദുഃഖമുണ്ടാകും. യുരീഹിമുല്ലാഹു, അല്ലാഹു തആല അവർക്ക് കാണിച്ചു കൊടുക്കും, അമാലഹും, അവരുടെ അമലുകളെ, ഹസറാത്തിൻ അലൈഹിം, അവരുടെ മേലില് ഖേദമായിട്ട്, ചെയ്യേണ്ടിയിരുന്നില്ല, ചെയ്ത് പെട്ടുപോയല്ലോ എന്ന് അനുഭവപ്പെടുന്ന ദിവസമാകുന്നു അത്. എന്നാലോ ഈ ദുഃഖം അനുഭവിച്ചത് കൊണ്ട് ഈ ശിക്ഷ ലഘൂകരിക്കപ്പെടും. ഒമാഹും, അവരല്ല, ബിഖാരിജീന മിനന്നാരി, ആ നരകത്തിൽ നിന്ന് പുറപ്പെടുന്നവരല്ല. ആ നരകത്തിൽ എന്നെന്നും വസിക്കേണ്ടവരാണ്. ഇനി അതിൽ നിന്ന് പുറത്തു കടക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലോ, ഇതാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഇലാഹി ഏകനായ ഇലാഹാകുന്നു. ആ ഇലാഹിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അവനെ ഒഴിവാക്കിക്കൊണ്ട് ആരെന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ അത് ചെയ്യരുത്. അള്ളാഹുവിന് പങ്കുകാരെ സൃഷ്ടിക്കൽ അതികഠിനമായ, വളരെ ഗൗരവമുള്ള തെറ്റാകുന്നു. അത്ര വലിയ തെറ്റ് വേറൊന്നില്ല, അത്രയും വലിയ തെറ്റാകുന്നു ഇത്. അങ്ങനെയുള്ള അള്ളാഹു നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുമുണ്ട്. അതെന്തൊക്കെയാണത്? യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. യാ അയ്യുഹന്നാസു, ഓ ജനവിഭാഗമേ, കുലു, നിങ്ങൾ ഭക്ഷിക്കൂ, മിമ്മാ ഫിൽ അർളി, ഭൂമി ലോകത്തുള്ളതിൽ നിന്ന് ഭക്ഷിക്കൂ, ഹലാലൻ, ഹലാലിനെ ഭക്ഷിക്കൂ. ഭൂമിയിലുള്ളതൊക്കെ തിന്നാൻ പറ്റില്ല.
ഭൂമി ലോകത്തുള്ളതിൽ നിന്ന് ഹലാല് അനുവദനീയമായത് ആവണം ഭക്ഷിക്കുന്നത്. മറ്റൊരുത്തിൻ്റെത് തട്ടിപ്പറിച്ചിട്ടോ വെട്ടിപ്പിടിച്ചിട്ടോ കൊള്ളയടിച്ചിട്ടോ അപഹരിച്ചിട്ടോ അത് ഭക്ഷിക്കാൻ പാടില്ല. ത്വയ്യിബൻ തിന്നുന്നത് ഭക്ഷിക്കുന്നത് നല്ലതാവണം. ചീത്ത ഭക്ഷിക്കാൻ പാടില്ല. ശവം ഭക്ഷിക്കാനോ അല്ലെങ്കിൽ വിസർജ്യ വസ്തു ഭക്ഷിക്കാനോ ഒന്നും പാടില്ല. നല്ലതായിരിക്കണം ഭക്ഷിക്കുന്നത്. വലാ തത്തബിഉ നിങ്ങൾ തുടരരുത്. ഖുത്വാത്തി ശൈത്താനി പിശാചിന്റെ കാൽപ്പാടുകളോട് തുടരരുത്. തെറ്റായ കാര്യങ്ങൾ, വൃത്തികേടുകൾ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിപ്പിക്കുന്നത് പിശാചാണ്. അവന്റെ കാൽപ്പാടുകളോട് നിങ്ങൾ തുടരരുത്. ഇന്നഹു തീർച്ചയായും അവൻ ലക്കും നിങ്ങൾക്ക് അദുവ്വു മുബീനും ശത്രുത വെളിവായവനാകുന്നു. അവൻ ശത്രുവാകുന്നു. മുബീനും വ്യക്തമായ ശത്രുവാണെന്ന് പറഞ്ഞാൽ അവന്റെ ശത്രുത നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ കാലഘട്ടം മുതൽ വ്യക്തമാകുന്നു. ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാഇ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് പിശാച്. ആ പിശാചിന്റെ ശത്രുത അത് വ്യക്തമായതാകുന്നു. എപ്പോഴും നിങ്ങളെ ചതിക്കാന്, നിങ്ങളെ വെട്ടിൽ വീഴ്ത്താനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ കാൽപ്പാടുകളോട് നിങ്ങൾ ഒരിക്കലും തുടരരുത്. എന്താ അതിന്റെ കാരണം എന്നറിയോ? ഇന്നമാ യഅ്മുറുക്കും നിങ്ങളോട് അവൻ കൽപ്പിക്കുന്നു ബിസ്സൂഇ ചീത്തയായ കാര്യങ്ങളെ കൊണ്ട് മാത്രം. ഇന്നമ എന്നതിന്റെ അർത്ഥം മാത്രം എന്നാണ്. നിങ്ങളോട് അവൻ കൽപ്പിക്കുന്നത് സൂഅ് കൊണ്ട് മാത്രമാകുന്നു. നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കില്ല. എപ്പോഴെങ്കിലും ഒരു നല്ലതുകൊണ്ട് കൽപ്പിച്ചു എന്ന് വെക്കുക, എന്നാൽ അതിന്റെ പിന്നിൽ ഒരു ചതി ഉണ്ടാകും. ഒരിക്കലും ഒരു സൂഫി വര്യനായ മനുഷ്യൻ പള്ളിയിലേക്ക് സുബഹി നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോകുന്നു. ആ പോകുന്ന സമയത്ത് ഇബ്ലീസ് അദ്ദേഹത്തെ തള്ളിയിട്ടു. മഞ്ഞ് മൂടിയ സമയമാവുന്നു. മഞ്ഞുകട്ടയിലൂടെ നീങ്ങുമ്പോൾ അദ്ദേഹത്തെ തള്ളിയിട്ടു. അദ്ദേഹത്തിന്റെ കൈക്ക് സാരമായ പരിക്ക് സംഭവിച്ചു. എന്നിട്ടും അദ്ദേഹം പള്ളിയിലേക്ക് വീണ്ടും നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി വീണു. മറ്റേ കൈക്കും പരിക്ക് പറ്റി. പക്ഷേ ജമാഅത്തും പള്ളിയിലേക്കുള്ള പോക്കും താൻ നഷ്ടപ്പെടുത്താതെ വീണ്ടും പള്ളിയിലേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ ഭക്തനായ മനുഷ്യന്റെ കൈ പിടിച്ചു സഹായിച്ചുകൊണ്ട് പള്ളിയുടെ പടിവാതിൽ വരെ എത്തിച്ചു. നല്ലൊരു കാര്യമാണല്ലോ ചെയ്തത്. ആ സമയത്ത് ഈ പ്രായം ചെന്ന ആള് ചോദിച്ചു, മോനെ, ഈ വൈകിയ സമയത്ത് നല്ല ഉപകാരമാണല്ലോ ചെയ്തത്. മോനെ ആരാണ്, ആരുടെ മകനാണ്? അപ്പൊ അവൻ പറഞ്ഞത്, ഞാന് നിങ്ങൾ വിചാരിച്ച ആളല്ല, ഇബിലീസാണ്. അപ്പൊ ഇബിലീസ് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ കാരണം ചോദിച്ചു. അപ്പൊ ഇബിലീസ് പറഞ്ഞു, നിങ്ങൾ ഒന്നാമത്തെ വീഴ്ച വീണപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ മടങ്ങിയില്ല. അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും, അതുവരെയുള്ള എല്ലാ ദോഷങ്ങളും പുറത്തു തന്നു. അങ്ങനെ നിങ്ങൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും വീണു. നിങ്ങളെ ഞാൻ തള്ളിയിട്ടതാണ്. അപ്പോഴും നിങ്ങൾ ആ വീഴ്ചയും അതിന്റെ പരുക്കും പ്രശ്നമാക്കാതെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് പദവി നൽകി. ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടക്കച്ചവടമായിരുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒന്നുകൂടി വീണാൽ ഇനി ഒരിക്കലും നിങ്ങളെ പിഴപ്പിക്കാനോ നിങ്ങളുടെ നല്ല മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കാനോ എനിക്ക് കഴിയാതെ വരും. അത്രമാത്രം നിങ്ങൾ ഉയർന്നു പോകും. അത് ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ഇവിടെ കൊടുന്നു വിട്ടതാണ്. അപ്പോ ഒരു ഉപകാരം ചെയ്യുന്നു എന്ന് തോന്നിപ്പോകുന്നുവെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ ഒരു ചതി നിങ്ങൾ അടിച്ചമർത്തുന്നതുണ്ടാകും. അതുകൊണ്ട് ഇബ്ലീസ് നിങ്ങളോട് കൽപ്പിക്കുന്നു ബിസ്സൂഇ ചീത്തയായ കാര്യം കൊണ്ട് മാത്രം, വൽ ഫഹ്ശായി വൃത്തികേട് കൊണ്ട് മാത്രം. വൃത്തിയുള്ള കാര്യം അവൻ നിർദ്ദേശിക്കില്ല, വൃത്തികേടുള്ളതേ നിർദ്ദേശിക്കൂ. വാൻ തഖൂലു നിങ്ങൾ പറയലിനെയും അവൻ കൽപ്പിക്കുന്നു അലല്ലാഹി അള്ളാഹുവിന്റെ മേൽ മാ ലാ തഅലമൂന നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയാൻ ഇബ്ലീസ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതാണ് അള്ളാഹുവിനോട് തുല്യമായവരെ പ്രതിഷ്ഠിക്കലും അവകൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കലും അങ്ങനെ ദുർമാർഗത്തിലായിട്ട് ഇവനെ തളച്ചിടലും ഒക്കെ അതിൽപ്പെട്ടതാകുന്നു. എന്നിട്ട് ഇതിന്റെ പ്രചാരകനായിട്ട് മാറുന്നു. ഇതൊക്കെ അതിൽപ്പെട്ടതാകുന്നു. നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ പറയും. അതും നിങ്ങളോട് അവൻ കൽപ്പിക്കുന്നു. ആ കൽപ്പന അനുസരിച്ചാണ് നിങ്ങൾ നീങ്ങുന്നത്. അർഹമുർറാഹിമായ അള്ളാഹു പിശാചിന്റെ സർവ്വ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധുക്കളായി നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.